ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാത്ത 10 വർഷങ്ങളിലൂടെയാണ് കേരളം കടന്നു വന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം നാം കറണ്ട് കട്ട് വീണ്ടും അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ ലോഡ് ഷെഡിങ്ങിന് കാരണം അമിത വൈദ്യുതി ഉപയോഗവും മഴക്കുറവും കൂടിയ വൈദ്യുതി വിലയുമാണെന്ന് കേരളത്തിലെ പുതിയ സർക്കാർ പറയുന്നു. എന്നാൽ ഇടതുപക്ഷം ഭരിച്ച 10 വർഷവും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം, മഴക്കുറവ് മൂലമുള്ള ഉൽപാദനക്കുറവ്, ദേശീയ വൈദ്യുതി വിപണിയിലെ വിലവർധന എന്നിവ മൂലം കടുത്ത സമ്മർദ്ദം നേരിട്ടിട്ടുണ്ട്. അവയെ തരണം ചെയ്യാൻ അന്നത്തെ സർക്കാരിന് ഇച്ഛാശക്തിയും പദ്ധതികളും പരിപാടികളും ഉണ്ടായിരുന്നു. ആവശ്യമായ വൈദ്യുതിയുടെ വലിയൊരു പങ്ക് കേന്ദ്ര ഉൽപാദന നിലയങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ദീർഘകാല ഹ്രസ്വകാല കരാറുകളിലൂടെയും വിപണിയിലൂടെയും വാങ്ങി ജലവൈദ്യുത നിലയങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിച്ചു. മഴക്കാലത്ത് അണക്കെട്ടുകളിൽ വെള്ളം നിറച്ച് ആവശ്യമായ സമയങ്ങളിൽ ജലവൈദ്യുത ഉൽപാദനം വർദ്ധിക്കുന്ന രീതിയിൽ മാനേജ് ചെയ്തു. ജലവൈദ്യുതി മാത്രമല്ല, താപവൈദ്യുതി, കാറ്റ്, സൗരോർജം എന്നിവയെ ഉൾപ്പെടുത്തി വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ ശ്രമിച്ചു. പുതിയ സബ്സ്റ്റേഷനുകൾ, ട്രാൻസ്മിഷൻ ലൈനുകൾ, വിതരണ ശൃംഖല നവീകരണം എന്നിവ വഴി സാങ്കേതിക നഷ്ടം കുറച്ചു. അതിലുപരി ഫലപ്രദമായ ഡിമാൻഡ് മാനേജ്മെന്റ് ആണ്. ആവശ്യകത മുൻകൂട്ടി കണക്കാക്കി വൈദ്യുതി വാങ്ങൽ, പീക്ക് സമയങ്ങളിലും ഉപയോഗ നിയന്ത്രണം, പൊതുജന ബോധവൽക്കരണം തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചു. പുനരുപയോഗ ഊർജത്തിന് പ്രോത്സാഹനം നൽകി. റൂഫ് ടോപ്പ് സോളാർ പദ്ധതികൾ, സൗരോർജ ഉൽപാദനം, നെറ്റ് മീറ്ററിംഗ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി. വൈദ്യുതി ഉൽപാദന വിതരണ കുത്തകകളായ റിലയൻസ് പവറിനും അദാനി ഗ്രൂപ്പിനും വാതിൽ തുറന്നിടാനാണ് പുതിയ സർക്കാർ നീക്കം എന്ന് വ്യക്തമാണ്. കേരള സ്റ്റേറ്റ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിയന്ത്രണത്തിലുള്ള നിരക്ക് നിശ്ചയിക്കൽ, വാങ്ങൽ കരാറുകൾ, ബില്ലിംഗ് തുടങ്ങിയവയെ അട്ടിമറിക്കാൻ പോവുകയാണ്. മീറ്റർ റീഡിങ്ങും ബില്ലിംഗ്, കളക്ഷൻ എന്നിവയെ സ്വകാര്യവൽക്കരിക്കുന്നത് ട്രേഡ് യൂണിയനുകളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചെതിർക്കുകയാണ്. മേഖലയെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിച്ച് ആനുകൂല്യം പറ്റി KSEBയെ നോക്കുകുത്തിയാക്കി മാറ്റാനുള്ള തന്ത്രപരമായ നീക്കമാണെന്നാണ് ഇപ്പോഴത്തെ ലോഡ് ഷെഡിംഗ് നൽകുന്ന സൂചന.